ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഞാൻ എന്താ ഇഡ്ഡലി പാത്രം കാണിച്ച് തുടങ്ങുന്നതെന്ന്. വേറൊന്നുമല്ല ഗൈസ്, ഞാൻ പുതിയൊരു ഇഡ്ഡലി പാത്രം മേടിച്ചു. അതാണ് ഞാൻ ആദ്യം കാണിച്ച അലുമിനിയത്തിൻ്റേത്. ഇതായിരുന്നു, ഈ സ്റ്റീലിൻ്റെ ആയിരുന്നു കേട്ടോ. നമ്മുടെ പഴയത് സ്റ്റീലിൻ്റെ ആയതുകൊണ്ടാണോ അതോ പാത്രത്തിൻ്റെ പ്രത്യേകതയാണോ എന്താണെന്ന് നമുക്കറിയില്ല. ഇഡ്ഡലി പാത്രം വയ്ക്കുമ്പോൾ അതിങ്ങനെ തട്ടിങ്ങനെ ചെരിഞ്ഞിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാവ് ഒഴിക്കുമ്പോൾ ഇഡ്ഡലിയുടെ മാവ് പകുതി പുറത്തായിരിക്കും, ആ കുഴിയുടെ ഉള്ളിൽ നിന്ന് ചെരിഞ്ഞിരിക്കുന്ന കാരണം. അപ്പോൾ നമുക്ക് ഇഡ്ഡലി ഒന്നും കറക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. പിന്നെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇതിന്. പിന്നെ എന്തായിരുന്നു പ്രശ്നം, ഇതിന് കുഴി കുറവായിരുന്നു. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പിന്നെ മൂടി ടൈറ്റ് ആവത്തില്ല, അങ്ങനെ കുറച്ചധികം പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഞാൻ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കി. അപ്പോൾ ഞാൻ മുകളിൽ കയറ്റി വെച്ചു. പക്ഷേ മുകളിൽ കയറ്റി വെച്ചപ്പോഴും എനിക്കൊരു തൃപ്തിയായില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് പൊടി പിടിക്കുമല്ലോ എന്നോർത്ത് ഒരു കവറിലാക്കി വെക്കാൻ നോക്കുകയാണ്. അപ്പോൾ കവർ തപ്പി തോറ്റു. ഇപ്പം നമുക്ക് നാട്ടിലെവിടെ ഇങ്ങനെ പ്ലാസ്റ്റിക് കവറൊന്നും കൊടുക്കുന്നില്ലല്ലോ. പണ്ടൊക്കെ ഒരുപാട് കവറുകൾ കിട്ടിയിരുന്നു. അപ്പോൾ ഇപ്പോൾ കിട്ടാനില്ലാത്ത കാരണം കവർ കഷ്ടപ്പെട്ടാണ് ഞാൻ കണ്ടുപിടിച്ചത്. അവസാനം ഏതോ കാലത്ത് വീട്ടിൽ മേടിച്ച് വെച്ചിരിക്കുന്ന എന്തിൻ്റെയോ കവർ മടക്കി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. എൻ്റെ അമ്മയുടെയൊക്കെ എനിക്ക് കിട്ടിയ ശീലമാണ് കേട്ടോ അത്. കവറുകളൊക്കെ ഇങ്ങനെ മടക്കി കിട്ടുന്ന കവറുകളൊന്നും മിസ്സാക്കത്തില്ല. റീയൂസ് ചെയ്യാൻ പറ്റുന്ന കവറാണെങ്കിൽ അതപ്പോൾ ഞാൻ മടക്കി സൂക്ഷിക്കും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യാറുണ്ടോ? അപ്പോൾ അപ്പൂസ് സ്കൂൾ വിട്ട് വരുന്ന സമയമായി. അപ്പോൾ അപ്പൂസിനെ ഉച്ചരിഞ്ഞ് ചായക്ക് കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പോൾ എൻ്റെ ഇച്ചിരി വെള്ളയപ്പത്തിൻ്റെ മാവ് രാവിലത്തെ ബാക്കി ഉണ്ടായിരുന്നു. അതിനകത്ത് ഇത്തിരി പഞ്ചസാരയും ഇച്ചിരി 2 ഏലക്കായും പൊടിച്ചിട്ട് ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ ഒഴിച്ച് ഇങ്ങനെ ഇഡ്ഡലി പോലെ ആക്കി എടുക്കാനുള്ള ഒരു പ്ലാനാണ്. 2 മുന്തിരിയൊക്കെ ഇങ്ങനെ ഭംഗിക്ക് വെച്ചെടുത്ത് അപ്പൂസിന് ഇഷ്ടമാവും. അപ്പോൾ അതിനുള്ള പ്ലാനാണ്. ഞാൻ പാത്രം ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നല്ലോണം ഓയിലൊക്കെ തടവി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താവും എന്നറിയില്ല, അടിയിൽ പിടിക്കുമോ എന്നൊന്നും നമുക്കറിയത്തില്ല. ആദ്യമായിട്ടല്ലേ യൂസ് ചെയ്യുന്നത്. എനിക്ക് പാത്രങ്ങളൊക്കെ മേടിച്ച് ആദ്യമായിട്ട് യൂസ് ചെയ്യാൻ ഭയങ്കര ഒരു ഇൻട്രസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. ഞാനിപ്പോൾ എന്താ അങ്ങോട്ടും മാറ്റിയെന്ന് വെച്ചാൽ, ആ ഭാഗത്തെ അടുപ്പിന് തീ ഇച്ചിരി കൂടുതലാണ്, അതാണ് നോർമൽ. മറ്റേ അടുപ്പിൽ തീ നല്ലോണം കുറഞ്ഞു. അപ്പം ഇഡ്ഡലി അല്ല, നമ്മുടെ വെള്ളയപ്പം ആവി കയറ്റാൻ വെച്ചത് വെള്ളം തിളച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ചൂടായി കഴിഞ്ഞല്ലോ. അപ്പോൾ പിന്നെ തീയും കുറച്ചിട്ടാലും മതിയാവുമല്ലോ. അപ്പോൾ അതിന് ഈ അടുപ്പ് പാകമാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത്. ഇനിയിപ്പോൾ നന്നാക്കണം. എപ്പോഴും മറക്കുകയെന്നേ, ഒരു ഓർമ്മയില്ല. നമ്മൾ ഒരു ദിവസത്തെ കാര്യങ്ങളൊക്കെ കഴിച്ച് വെച്ചിട്ട് വേണമല്ലോ ഇത് ഇങ്ങനെ നന്നാക്കാൻ കൊണ്ടു കൊടുക്കാൻ. അപ്പോൾ എന്നും അതും ഇതൊക്കെ ആയിട്ട് മറന്നു പോകും. എന്തേ പാത്രങ്ങളൊക്കെ അപ്പം കഴുകി വെക്കുന്നുണ്ട്. കാരണം അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇനി ബുദ്ധിമുട്ടാവും. അവൻ്റെ പിന്നാലെ നിൽക്കണം കുറച്ച് നേരം. ഇപ്പോൾ അപ്പം മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ. അന്നയും സില്ലും എൻ്റെ വീട്ടിലാണ്. ഇവിടെ അടുത്താണ് എൻ്റെ വീട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുട്ടികളെ എക്സ്ചേഞ്ച് ചെയ്യുന്നല്ല, അന്നേനെയും സില്ലേനെയും അപ്പനെയും മാറി അവിടെ ഇവിടെ കൊണ്ടാക്കും. കാരണം 3 ആളെയും കൂടെ മാനേജ് ചെയ്യാൻ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ആദ്യം അടുക്കളയിലേക്കാണ് ഓടുക, എന്താ ഉണ്ടാക്കിയിരിക്കണേന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഈ സാധനം കണ്ടപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കണത്. അപ്പൂവിന് എന്താണെന്നറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. അപ്പൂസും ഞാനും കൂടെ ഭക്ഷണം കഴിക്കുകയാണ്. വീഡിയോ എടുക്കുന്നതിന് അപ്പൂസ് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞാൽ ഞാൻ നേരെ അപ്പൂൻ്റെ ലഞ്ച് ബാഗ് നോക്കും. ബാഗിൽ ബുക്കും സാധനങ്ങളൊക്കെ കൊണ്ടുപോയത് ഉണ്ടോ നോക്കും. അപ്പൂവിന് പകുതി സാധനങ്ങൾ ക്ലാസ്സിലിട്ട് വരലൊരു കൂടുതലാണ്. അപ്പോൾ ബോക്സൊന്നും പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ബോക്സ് നോക്കാത്ത. എന്തായാലും റബ്ബറോ ഷാർപ്പനറോ റൂൾപ്പനോ എന്തെങ്കിലും ഒന്ന് പോയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബോക്സ് നോക്കാൻ എനിക്കധികം വലിയ ഇൻട്രസ്റ്റ് ഇല്ല. കാരണം എന്നും അത് കളയൽ ഉറപ്പാണ്. അപ്പോൾ അതൊരു പതിവായ കാരണം എനിക്കതിപ്പോൾ അതൊരു വിഷയമല്ലാതായിരിക്കുകയാണ്. ആദ്യമായിട്ട് കാണുമ്പോഴല്ലേ നമുക്ക് എന്തൊരു പുതുമയുണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പുതുമ പണ്ടേ നഷ്ടപ്പെട്ടു. അപ്പോൾ അപ്പൂസ് ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് കേട്ടോ. അപ്പം അപ്പൂസ് ഞങ്ങൾ മുടി വെട്ടാൻ പോകാൻ നിൽക്കുകയാണ്. കണ്ടോ, അപ്പൂൻ്റെ മുടി നല്ലോണം വലുതായി. ഞാൻ അപ്പൂന് കാണിച്ചു കൊടുക്കാനുണ്ട് അപ്പൂൻ്റെ മുടിയുടെ നീട്ടം. ഞാൻ പറയുകയാണ്, അന്നയുടെ സില്ലയുടെ മുടിയുടെക്കാളും വലുതായി അപ്പൂൻ്റെ മുടിയെന്ന് ഞാൻ അപ്പൂനോട് പറയുകയാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് മുടി വെട്ടാൻ പോകുന്നത്. അപ്പോൾ ഞാനാണ് കൊണ്ടുപോകുന്നത്. ഞാനും അപ്പവും കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇവിടെ അടുത്ത് തന്നെ ആയ കാരണം ഞങ്ങൾ വണ്ടിയുമേ ഞങ്ങൾ 2 പേരും കൂടെ ചിരിച്ച് കളിച്ചങ്ങ് പോയി. എനിക്ക് വണ്ടിയുമേ അപ്പൂനെ വെച്ച് പോവാൻ പേടിയാണ് കേട്ടോ. കാരണം അപ്പൂസ് അത്യാവശ്യം വെയിറ്റാണ്. ഞാൻ ഒറ്റയ്ക്കാണെന്ന് വെച്ചാൽ എനിക്ക് പോവാൻ നല്ല ധൈര്യമാണ്. കാരണം അപ്പൂനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു പേടിയാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. നമ്മളങ്ങനെ ബാർബർ ഷോപ്പിലെത്തി. അവിടെ ആരുടെയും മുടി വെട്ടുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മളെ കയറ്റിയിരുത്തിയത്. നമ്മുടെ നാട്ടിലെ തന്നെ ഒരു ബാർബർ ഷോപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്താണ്. അതുകൊണ്ട് എപ്പോഴും അപ്പൂനെ ഒട്ടുമിക്കതും ഇവിടെ തന്നെയാണ് മുടി വെട്ടിക്കാൻ കൊണ്ടുവരാറ്.
അപ്പോൾ ഇതേ നല്ല മോനായിട്ട് മുടിയൊക്കെ വെട്ടാൻ അനുസരിച്ച് ഇരുന്ന് കൊടുത്തു. അപ്പൂന് വലിയ പ്രശ്നമൊന്നുമില്ല. ഈ അടുത്താണ് കേട്ടോ അപ്പോൾ മുടി വെട്ടാൻ ശരിക്കും ഇരുന്ന് കൊടുത്തു തുടങ്ങി. ഇത് നമ്മൾ അത് കഴിഞ്ഞ് ഒന്ന് അപ്പൂനെ ഒരു ലൈമും ബർഗറും കഴിക്കാൻ കയറിയതാണ്. അവൻ്റെ മുടി ഞാൻ വെട്ടിക്കളഞ്ഞു, അതിൻ്റെ നഷ്ടപരിഹാരമാണ് എൻ്റെ നീ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ലൈമ് 2 മേടിച്ചു, ബർഗർ ഞാൻ 1 മേടിച്ചുള്ളൂ. കാരണം അപ്പോൾ കഴിക്കില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എനിക്ക് പണി കിട്ടി ഗൈസ്. അവൻ അത് മുഴുവൻ കഴിക്കണം എന്നാണ് പറഞ്ഞത്. പിന്നെ അവിടെ വെച്ച് ചോദിക്കാൻ പറ്റുമോ, നാണക്കേടല്ലേ. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ അവിടെ ആകെ ഈച്ചയായിരുന്നു. ഒരുവിധം ഈച്ചനെ ആട്ടിയിട്ട് വേണം നമ്മളിത് കുടിക്കാൻ വേണ്ടിയിട്ട്. അത് കാരണം ഒരു ലൈമ് മാത്രമേ പറഞ്ഞുള്ളൂ. ഇതാ അപ്പൂൻ്റെക്ക്. അതിൻ്റെ ഇടയിൽ ഞാനൊരു ചെറിയ കഷ്ണം ബർഗർ കടിച്ചു. അപ്പോൾ ഇത് അതിസാഹസ്യമായി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബർഗർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളത് അവൻ കെട്ടിപ്പൊതിഞ്ഞെടുത്തു ഗൈസ്. അവനത് ഇല്ലാതെ അവൻ പോരില്ലെന്ന് പറഞ്ഞു. അവൻ അവിടെ വെച്ചിട്ട് വയറ് നിറഞ്ഞു ലൈമും ബർഗറും കൂടെ കഴിച്ചപ്പോൾ. വീട്ടിൽ വന്നിരുന്ന് കഴിക്കുകയാണെങ്കിൽ നമുക്ക് കുളിക്കണം, ഇത് കഴിഞ്ഞിട്ടേ കുളിക്കുള്ളൂ എന്ന് അവൻ പറഞ്ഞു. വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുളി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് കുറച്ച് പണികളുണ്ടായിരുന്നു. ബാത്റൂം കഴുകുക, പിന്നെ പാത്രങ്ങൾ കഴുകി വയ്ക്കുക. ഇനിയിപ്പോൾ വൈകുന്നേരത്തെ ഫുഡിനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ പണികളൊക്കെ വേഗം തീർക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അപ്പൂനെ പഠിപ്പിക്കണം എന്നുള്ള ജോലിയും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അപ്പൂൻ്റെ EVS ബുക്കാണ് ഇതിൽ. അപ്പൂൻ്റെ ഫോട്ടോ ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഞാൻ ബോഡി പാർട്സ് ആണ് ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് EVSൽ. അവനോട് കണ്ണ് തൊട്ടിട്ട് കണ്ണിന് എന്താ പറയുക, മൂക്ക് തൊട്ടിട്ട് മൂക്കിന് എന്താ പറയുക, ചെവി തൊട്ട് ചെവിയോട് എന്താ പറയുക, ഇതൊക്കെയാണ് കേട്ടോ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൂനെ എങ്ങനെയാണെന്ന് വെച്ചാൽ പഠിച്ചാൽ അങ്ങ് ഒരു ദിവസം കൊണ്ട് തലയിൽ കയറത്തില്ല. 2-3 ദിവസം അടുപ്പിച്ച് അത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു കൊടുത്താൽ അപ്പൂനത് ഓർമ്മ നിൽക്കൂ. അങ്ങനെയാണ് അപ്പൂന്. അത് ആദ്യം തൊട്ടേ അങ്ങനെയാണ്. എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഇരുന്ന് പഠിച്ചാൽ പിന്നെ അതങ്ങ് തലയിൽ കയറും. അപ്പൂന് ഒരു ദിവസം കൊണ്ട് അത് വെടിയാവില്ല. നമ്മൾ റിപ്പീറ്റ് ചെയ്തില്ലെങ്കിൽ അപ്പൂനത് കിട്ടില്ല. നമ്മുടെ വൈകുന്നേരത്തെ ഭക്ഷണമാണ് ചോറും മോരുകറിയും ഒരു ഉപ്പേരിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് അപ്പോൾ എനിക്ക് ഇച്ചിരി പണിയും കൂടെ അടുക്കളയിലുണ്ടായിരുന്നു. അന്നേരം അപ്പൂന് കളർ ചെയ്യാൻ കുറച്ചുണ്ടായിരുന്നു. അത് അപ്പോൾ കളർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉറങ്ങാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ബനിയൻ ഇടില്ല കേട്ടോ ഉറങ്ങുമ്പോൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ്